ഉമ്മ, എനിക്ക് വിശക്കുന്നു, എനിക്കൊന്ന് കാണണം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെറ്റുമ്മയുടെ മനസ്സറിഞ്ഞു. നീ പോരുമോളെ, നമുക്ക് നോക്കാം. ഉമ്മ മറുപടിയും നൽകി. ആ വാക്കുകൾ അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. തെറ്റുകൾ തിരുത്തി തിരികെ വരാൻ അവൾ ആഗ്രഹിച്ചു. വിധി അതിന് അനുവദിച്ചില്ല. ഉമ്മ തിരികെ വിളിച്ചപ്പോൾ അസ്ന ഫോൺ എടുത്തില്ല. പലതവണ വിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. ഒടുവിൽ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അസ്ന ആ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ആത്മഹത്യയോ കൊലപാതകമോ എന്ന് ഉറപ്പിക്കാനാവാതെ ദുരൂഹതയിൽ ആ ജീവിതം അവസാനിച്ചു. ക്രിമിനലായ ആ ചെറുപ്പക്കാരന്റെ വലയിൽ കുടുങ്ങി സ്നേഹിക്കുന്നവരെ ഉപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടിയുടെ ദാരുണ്യമായ അന്ത്യം. കാമുകന്റെ വാഗ്ദാനങ്ങളും വെറും പായ്വാക്കുകളായിരുന്നുവെന്നും കയ്യിലിരുന്ന മാണിക്യം ഉപേക്ഷിച്ചു കല്ലിന് പുറകെ പോയതാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴേക്കും അസ്നയ്ക്ക് സമയം വൈകിപ്പോയിരുന്നു. എനിക്ക് സഹോദരിമാരോട് ഒന്നേ പറയാനുള്ളൂ. ആദിലിനെ പോലത്തെ കഴുകന്മാർ വലയും വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ആ വലയിൽ പെടാതെ സൂക്ഷിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പയ്യോടിക്കാരൻ.